അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് കുറച്ച് വെള്ളക്കടല കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഓവർനൈറ്റ് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. 250 ml കപ്പിന് 2 കപ്പ് വെള്ളക്കടല എടുത്ത് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് എടുത്തിട്ടുള്ള വെള്ളക്കടലയാണ്. നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. പെട്ടെന്ന് കുതിർന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിൽ ഒരു കടല ഒന്ന് കഴുകിയതിന് ശേഷം 2 മണിക്കൂർ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കടല കുതിർന്ന് കിട്ടും. അപ്പോൾ ഞാൻ ഓവർനൈറ്റ് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഈ കടല ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ കുതിർത്തെടുത്ത വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് കടല ഇട്ട് കൊടുക്കാം. ഇനി കടല വേവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി കടലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾ ഗ്ലാസ്സിലാണ് കടല അളന്നെടുക്കുന്നതാണെങ്കിൽ ആ ഗ്ലാസ്സിൽ തന്നെ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ കപ്പ് അളവിലല്ലേ അളന്നെടുത്തിട്ടുള്ളത്. 2 കപ്പ് നമ്മൾ കുതിർത്തെടുത്ത കടലയിലേക്ക് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി കുക്കർ മൂടി വെച്ചിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കടല ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ 2 വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി ഇതിൻ്റെ ആവി മുഴുവനും മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ കടലയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റാം. അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയ കടല ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നല്ല ചൂടാണ്. ഇതിൻ്റെ ചൂടൊന്ന് മാറട്ടെ. കടലയുടെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു മാഷർ വെച്ചിട്ട് ഈ കടലയെല്ലാം ഒന്ന് ഉടച്ചെടുക്കാം. ഫുഡ് പ്രോസസ്സർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താലും മതി. ഇപ്പൊ കടലയെല്ലാം നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. കടല നല്ലോണം വെന്ത് കിട്ടിയാൽ മാത്രമേ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് പ്രോസസ്സറിലോ മിക്സിയുടെ ജാറിലോ വെച്ചിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും. അപ്പൊ അതെല്ലാം ഒന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചോപ്പറിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കുക. മീഡിയം സൈസ് സവാള ആണെന്നുണ്ടെങ്കിൽ 2 എടുക്കുക. വലിയ സവാള ആണെന്നുണ്ടെങ്കിൽ 1 എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ പേസ്റ്റ് ആയതുകൊണ്ടാണ് 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. 5-6 വെളുത്തുള്ളി അല്ലികളും ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തോ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടി ചേർക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കടല വേവിച്ചപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അവരവരുടെ അളവിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ചാട്ട് മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ചാട്ട് മസാല ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുത്താലും മതി. അപ്പോൾ ചാട്ട് മസാല ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. നമ്മളിതിൽ കുരുമുളക് പൊടി മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് 2 എടുത്തിട്ടുള്ളത്. എരിവുള്ള പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ 1 ഒക്കെ മതിയാവും. പച്ചമുളക് വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം. കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ബ്രെഡ് ക്രംസ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. 2 ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. ഇനി ഇതിൽ ഒന്നും ചേർക്കാനുള്ള നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. എല്ലാം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നല്ലോണം ടൈറ്റ് ചെയ്ത് ഉരുട്ടിയെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇതുപോലെ ഉരുട്ടിയെടുക്കുകയോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുകയോ ചെയ്യാവുന്നതാണ്. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം ചെറിയ ചെറിയ ഉരുളകളായിട്ട് എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ 3 ടേബിൾ സ്പൂൺ മൈദയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കട്ടകളൊന്നുമില്ലാതെ അതൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് കലക്കിയെടുക്കുക. ഇനി നമ്മൾ ഉരുട്ടിയെടുത്ത ഒരു ഉരുള ഇതിലിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. നമ്മൾ മൈദയിലിട്ട് ഡിപ്പ് ചെയ്തെടുത്ത ഉരുള ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം.
ഇതുപോലെ ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കുക. ഇനി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്ത ഓരോ ഉരുളയും ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് ഉടനെ ഇളക്കി കൊടുക്കരുത്. ഒരു 30 സെക്കൻഡ് കഴിഞ്ഞ് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിം വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ നിറം ആവുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്ത്. അപ്പം നല്ലൊരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. പുറത്ത് നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റും ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വെള്ളക്കടലയും മുട്ടയും വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്